ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളപ്പം നേരെ നമ്മളുടെ അമ്മാമ്മയുടെ വീട്ടിലേക്കാണ് നമ്മൾ വന്നിരുന്നത്. ഒരു പപ്പായ പറിക്കാൻ. അപ്പോൾ ഗൈസ്, ഇവിടെ ഒരാൾ പപ്പായ പറിക്കാനായിട്ട് കയറിയിരിക്കുകയാണ്. കാണിച്ചു തരാവേ. കണ്ട പപ്പായ പറിക്കുന്നു. കൊറേ നേരമായി. അങ്ങ് മുകളിലാണ്, അപ്പുറത്തെ സൈഡിൽ നിൽക്കണത് എടുക്ക്, അല്ലെങ്കിൽ എടുക്ക്. ഇവിടെ ആണെങ്കിൽ കൊറേ പപ്പായ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ അതില് പഴുത്തതൊക്കെ നമ്മള് പറിച്ചത് മുറിച്ചിട്ടിട്ടുണ്ട് തറയിലേക്ക്. ഇനി കുറച്ച് കറി വെക്കാനും കൂടി എടുക്കണം. അപ്പം അതിങ്ങനെ എടുത്തോണ്ടിരിക്കുക. ഇതാ ഒരെണ്ണിട്ട്. എവിടെ അമ്മ തലയിൽ കൂടെ തള്ളിയിടും. അമ്മേന്റെ തലയിൽ കൂടെ തള്ളിയിടാൻ നോക്കുവാണ്. പഴുത്തതൊക്കെ വീണ് ഇതിപ്പോ കറി വെക്കാൻ വേണ്ടിട്ട് കറി വെക്കാനായിട്ടാണ്. തോരൻ വെച്ച് നോക്കാം. ഓ ചെറുത് ചെറുത് തള്ളി. ഞാനത് തള്ളിയിട്ടെങ്കിൽ അത് ആ ഞെട്ടിൽ പിടിച്ചോ. ഓ നല്ല കുഴപ്പമില്ല, ഇത് ചെറുതായിട്ടൊന്ന് വിളഞ്ഞിട്ടുണ്ട്. ഒരാളെ കാണിച്ചു തരാം. ഒരാളെ കാണിച്ചു തരാവേ നിങ്ങൾക്ക്. ഇവിടുത്തെ ഒരു മുഖ്യ അതിഥി കേട്ടോ. നോക്ക് ഗൈസ്, കസാര കയറിന്ന് പപ്പായ മുറിച്ചിട്ടിട്ട് ഇറങ്ങാനായിട്ട് നോക്കുക. ഇതാണ്ട പപ്പായൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കയ്യില്. ഇതാണ് നമ്മുടെ സ്ഥലം. ആ കണ്ട, ഇതേ പപ്പായ ഇനി ഓരോന്നായിട്ട് എടുക്കുന്നു. രണ്ടെണ്ണം കിട്ടി. ഇനി അടുത്തത് എന്തുണ്ട്? ഇത് ഒരുത്തന്തേ കയറി പോവുക. ഇവിടത്തേക്ക് കുറച്ച് അതിഥികളാട്ടോ ഇതൊക്കെ. ഒരാളും കൂടെ ഉണ്ട്, അവിടെ ഉണ്ട്. ഇതേണ്ട അവിടെ പപ്പായ പറക്കുന്നു. കുറേ ഉണ്ടല്ലോ, നോക്ക ഗൈസ്. ഇതൊക്കെ ഒന്ന് വിളഞ്ഞു. ഇത് നല്ല കുറേ ഉണ്ട്. പഴുത്തതും ഉണ്ട്, പിന്നെ പച്ചയ്ക്കുണ്ട്. ഇത് നമുക്ക് ഇത് കറി വെക്കാൻ എടുത്താണ് കേട്ടോ. ഇതൊക്കെ വിളഞ്ഞ് ഇതും കറി വെക്കാന്ന് പറഞ്ഞെടുത്താണ്, പക്ഷെ വിളഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു സംഭവം ഉണ്ടേ. അയ്യോ അത് വേണ്ട, അത് കള. നേരത്തെ ഇത് നടക്കുന്ന നോക്ക്. വേറൊരു സാധനം കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ഈ കൊമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആണോ എന്നറിയത്തില്ല. അത് ആനമുന്തിരി ഇരിപ്പുണ്ട്. ഇത് ഈ ഇലയുടെ പേരെന്തായിരുന്നു? വയണയില നിന്ന് അത് മൊത്തം കരിഞ്ഞിട്ടുണ്ട്. വേറൊന്നും ഒരു കൊല വന്നേക്കുന്നു. അമ്മ അയ്യോ കണ്ട. ഓ ദേ ഗൈസ്, 3 എണ്ണം നിൽക്കുന്നു. അതെ 3 എണ്ണം. ഇതൊക്കെ നമുക്കൊന്നും കിട്ടാറില്ല, കാരണം ഇത് വവ്വാല് കടിച്ചോണ്ട് പോകും. തത്തമ്മ അത് വിളയുന്നതിന് മുമ്പ് തന്നെ തത്തമ്മ കടിച്ചു തിന്നും. ഇവിടെ ഒരാള് പപ്പായൊക്കെ മുറിച്ചിട്ടിട്ട് ഇത് ഇവിടെ തളർന്നിരിക്കുന്നു, തല നോക്കിക്കൊണ്ട്. അയ്യോ ഇവിടെ ഇറമ്പുണ്ട്. തത്തമ്മ ഒന്ന് കടിച്ചു തിന്നിരിക്കണം. ഇപ്പുറത്തെ കാണാൻ പറ്റില്ല. പിടിക്കാൻ പറ്റും. ഇവിടെ എവിടെ തത്തമ്മ കടിച്ചിരിക്കുന്നുണ്ടോ? തത്തമ്മ കടിച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കും, പിന്നെ അതൊന്നിനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ 2 സാധനങ്ങൾ പറിച്ചിട്ടുണ്ട്. പപ്പായ ഉണ്ട്, പിന്നെ ആനമുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്ടേ അച്ഛനും പപ്പയും അവിടെ നിൽക്കുന്നു. ഞങ്ങളിവിടെ ചെയ്യുന്ന കോലാഹലങ്ങൾ കണ്ടിട്ട്. അമ്മയും ശ്രീകുട്ടച്ചേട്ടൻ പപ്പായ മരത്തിൽ കയറാൻ പോകുന്നു. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ്
ഇവിടുത്തെ വിശേഷങ്ങൾ ഇതൊന്ന് നോക്കുന്നു ഗൈസ്. ഗൈസ് നോക്ക് ഗൈസ്, ഇവിടെ ആദ്യമായിട്ടൊരു മാങ്ങ ഇപ്പോഴത്തെ ആദ്യമായിട്ടൊരു മാങ്ങ പിടിച്ചിരിക്കുന്നു. മാങ്ങ കണ്ണി മാങ്ങ നിപ്പുണ്ട് കേട്ടോ, നിറച്ച് കൊറേ കണ്ണി മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. വേറെ എവിടാ കൂട്ടുകാരെ ഞാൻ കാണിച്ചു തന്നില്ലേ ഇവിടെ കൊല വന്ന പുതിയ കൊലയാണേ. ഇതിലൊരു സംഭവം ഉണ്ടായിരുന്നേ, വേറൊന്നുമല്ല. ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് അമ്മ, ഞങ്ങൾ ഇന്നിവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച് അമ്മ കൂമ്പൊടിച്ച് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടെന്നേ. ഞാനങ്ങനെ അമ്മയോട് ചോദിച്ച്, അമ്മ ഇതിലെ കൂമ്പൊടിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞ് ഇല്ല, രാവിലെ നോക്കിയിട്ട് കൂമ്പ് കാണാനില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് ഇത് ആരൊടിച്ചുകൊണ്ട് പോവാൻ. അടുത്ത് വന്ന് നോക്കിയപ്പോഴത്തേക്കും നോക്ക് കേസ്, നിങ്ങളുടെ ഒക്കെ അവിടെ എങ്ങനെ ഉണ്ടോ എന്നുള്ള അറിയത്തില്ല. ഞാൻ ഇത് ആദ്യമായിട്ട് കാണുന്നതാണേ. ഇത് കണ്ടോ, കൂമ്പ് ഒടിച്ചെടുത്തിട്ടില്ല. ആ കൂമ്പ് ഫുള്ളായിട്ട് ഇവിടെ നിന്ന് കായ്ച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ രാവിലെ ഒന്ന് നോക്കി ആരെങ്കിലും ഒടിച്ചതാണ്, പക്ഷെ ഒടിച്ചിട്ടില്ല. ആ ഫുള്ള് കൂമ്പും വിരിഞ്ഞതാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടോ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ ഉള്ള കുറച്ച് കൃഷികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ചേ ഉള്ളൂ, അത്യാവശ്യം കുറച്ച്. ഇത് ഞാൻ കാണിച്ചു തരാം. ഈ വാഴയെല്ലാം ഇപ്പോൾ വളർന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതെല്ലാം വെട്ടിയിട്ടിട്ട് പോയി അതിപ്പോൾ വളർന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഞങ്ങൾ കാണിച്ചിരുന്നു പപ്പായ. ഓക്കെ, ദിസ് പപ്പായ ഉണ്ട്, ആ പപ്പായ ഉണ്ട്. പിന്നെ ഇവിടെ വേപ്പില. പിന്നെ ഒരു പപ്പായനെ നമ്മുടെ അപ്പുറത്തുള്ള ഒരു ആൻറ്റിയുടെ വീട്ടിലേക്ക് കൊടുക്കണം. പഴുത്തോ നോക്കിയിട്ട് ഒരെണ്ണം അവിടെ കൊടുക്കണം. യാ അങ്ങനെയൊക്കെ. പിന്നെ ഇത് എവിടെ കൊടുക്കാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ആനമുന്തിരി. പിന്നെ തെങ്ങുണ്ട്, തെങ്ങ്. പിന്നെ മുരിങ്ങ ഇല ഉണ്ട്. പിന്നെ വാഴയുണ്ട്, വാഴയിലിപ്പോൾ കൊല വന്നു. പിന്നെ ഇതുണ്ട് മൈലാഞ്ചി ഉണ്ട്, എന്നിട്ട് മൈലാഞ്ചി ഇല ഉണ്ട്. അത് മാവുണ്ട്. മാവിലൊരു മാങ്ങ നിൽക്കുന്നുണ്ട്, നേരത്തെ കാണിച്ചു തന്ന പോലെ. പിന്നെ അത് ഇവിടെ ചീരയുണ്ട് കേട്ടോ. പച്ച ചീരയുണ്ട്, ചുമപ്പ് ചീരയുണ്ട്. ചീര വെട്ടാന്ന് പറയുന്നു അമ്മ. ചുവപ്പ് ചീരയുണ്ട്. ഇവൻ്റെ പേരെന്താ, മുരിങ്ങയില ഉണ്ട്. അമ്മ ചീര വെട്ടാൻ പോവാണ്. മുറ്റിയിട്ടില്ല, മുകളിലോട്ട് പോയിക്കാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തോരൻ വയ്ക്കാനായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ചുവപ്പ് ചീര കിട്ടി. ഇനി അമ്മ പച്ചച്ചീര പറിക്കാൻ പോകണം. പച്ചച്ചീര അമ്മ വെട്ടാതെ എല്ലാം ഇങ്ങനെ അങ്ങ് നിർത്തിയിരിക്കുകയാണ്. നമ്മൾ വന്നതാ കൃഷിയെല്ലാം വിളവെടുത്താണ്. നമ്മൾ വന്നപ്പോഴാണ് ഗൈസ് ഇവിടുത്തെ കൃഷിയെല്ലാം വിളവെടുത്തത്. ഇത് മുറ്റിയിട്ടൊന്നുമില്ല. പിന്നെ നമ്മളെ പച്ചച്ചീരയും ചുവപ്പ് ചീരയും. ഇവിടെ അത്യാവശ്യത്തിന് കുറേ അധികം തുളസികളുണ്ട് കേട്ടോ. ഇവിടെ ഇതേണ്ട, ഇതിൻ്റെ പേരെന്തോ കൈതോന്നി എന്തോന്ന് ഇത് കണ്ട. ഇതാ അവിടെ ഒരാൾ മാങ്ങ പറിച്ചു. മാങ്ങ പറിക്കുക. പച്ചച്ചീര ഉപ്പിട്ട് തിന്നാം. ആ മാങ്ങ കൊണ്ടുവരോ. ഇതേ മാവിൽ നിന്ന് ഒരു മാങ്ങ അങ്ങനെ നമ്മൾ അതിസാഹസികമായി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി കട്ടിയില്ല. നമുക്ക് ഇത്രയും ചീര കിട്ടി. ഇനിയുണ്ട്, ഒന്നും കൂടി ഉണ്ട്. തോട്ടയും കൊണ്ട് നടക്കുന്നു. ഇതുണ്ട്. ഇതിവിടെ വെച്ചെടുക്കുമ്പോഴേ അടുത്ത കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരെണ്ണം കൂടെ ഉണ്ട് ഗൈസ്. അപ്പോൾ നോക്ക്, ഇത്രയും ചീര കിട്ടി നമുക്ക്. ഇനിയും നിൽപ്പുണ്ട് ഒരെണ്ണം കൂടി. ചെറുതാട്ടോ. നോക്ക്, ഇത്രയും കിട്ടി.
ഞാനും അമ്മയും ഇവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു. വേണ്ട തല മാറ്റിയ ഒരുത്തോളം ഉണ്ടോ അവിടെ ഒരാടി ഇത് തുളസി തൈയാണ്. എന്തൊരു പണി, ഭയങ്കര പണിയായി പോയി. തുളസി തൈയാണ് വെട്ടിക്കളയല്. ഓ വെട്ടല്ലേന്ന് പറഞ്ഞിട്ട് അതിന് സമാധാനം. സോറി, നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇവിടെ തുളസി മാത്രമേ ഉള്ളൂ. അവിടെ തുളസി നിൽക്കുന്നുണ്ടോ? തുളസീൻ്റെ അടുത്ത് മാറിക്കണ്ട. ഈ വർക്ക് കഴിഞ്ഞിട്ട് വേണം പപ്പായ തിന്ന്. പെട്ടെന്ന് പറിക്കാമ. അയ്യോ അയ്യോ അയ്യോ. ഇതെന്തോ സാധനം ഇത്? എടുത്തോ, ഇതൊന്നും ആവശ്യമില്ലല്ലോ. ചെറിയ പപ്പായ തയ്യൊക്കെ നിൽക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, അത് പോട്ടെ. കുഴപ്പമുണ്ട്. ആവശ്യത്തിന് ചീരയാണ്. ഇതൊന്നും വെട്ടിക്കളയല്. ഏതോ ചീരത്തയ്യോ? അച്ഛങ്ങ കാറ് വെയിലത്തുന്നു. നല്ല വെയിലുണ്ട്. എവിടെയാ വെയിൽ? ഓ, നേരെ മണ്ടയിൽ നിൽക്കുന്നു. ആ നൈസ്. ഈ വർക്ക് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇനി അടുത്ത വർക്കിലോട്ട് കിടക്കാൻ. അയ്യോ എന്തോന്ന് വെട്ടിക്കളഞ്ഞെന്ന് തോന്നുന്നു. പപ്പായ ഞാൻ പറഞ്ഞില്ലേ, ഇതിനിടയ്ക്ക് ഓരോന്ന് നിൽക്കുന്നുണ്ട്. ചീരയുണ്ട്. ഫോണും കയ്യിൽ വെച്ചു, ക്യാമറ കയ്യിൽ വെച്ചോണ്ടിരുന്ന ഇനി പണി നടക്കില്ല. ഹാൻഡ് ഓവർ ടു പണിയെടുക്കുന്ന എൻ്റെ ചേട്ടനും അമ്മയും ഉള്ള ഇത്. അതിൻ്റെ പേരെന്തോന്ന്, തുളസിയുടെ തണ്ടൊക്കെ അല്ല തൈയൊക്കെ എടുത്ത് വെട്ടിക്കളഞ്ഞു വയസ്സിൻ്റെ ചേട്ടൻ. എന്തോ അവിടെ ചെയ്യുന്നത് വയസ്സ്. നമ്മൾ പപ്പായ പറിച്ചതിൽ രണ്ടെണ്ണം നമ്മൾ അടുത്തുള്ള വീട്ടിൽ കൊടുക്കാൻ പോകട്ടോ. അവിടെ കൊടുക്കാൻ പോകണേ. വിളിച്ചോ അവിടെ കൊണ്ടുകൊടുത്തിട്ട് വരാവേ ഗൈസ്. അവിടെ ഗൈസ് പപ്പായൊക്കെ കൊണ്ടുകൊടുത്തിട്ടോ അപ്പുറത്ത്. ഇവിടെ പാവം എൻ്റെ ചേട്ടൻ കിടന്ന് ജോലി ചെയ്യണം. അപ്പോൾ ഇന്നത്തെ കോട്ട അല്ല മണ്ണിരത്തിൽ കഴിഞ്ഞു. നമുക്ക് ഇത് പ്ലേസ് ചെയ്യാം. വെള്ളം കേട്ടേ പ്ലേസ്. നമുക്ക് പപ്പായ കരിഞ്ഞു. പപ്പായ വെച്ചാൽ എന്തോ പപ്പായ ഒരാള് മാങ്ങ എന്തൊരാടി അരിഞ്ഞു കളിക്കണ. നമ്മൾ മറ്റേ ഉപ്പുമുളക് ഇട്ട് ചതച്ചെടുക്കാൻ പോകാം. മാങ്ങിട്ട് ഭയങ്കര കട്ടി. വേണ്ട ഞാൻ അരിയാം. സ്മൈൽ പ്ലീസ്. അല്ല അല്ല ഞാൻ മുറിച്ച് തരാം. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു കാര്യം ചെയ്യണം. അയ്യോ, നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മുളകും ഉപ്പും പൊടി കുറഞ്ഞോ ഇല്ല തേച്ച് കൊടുക്കണം. പക്ഷെ കുറച്ചുകൂടി കുറയ്ക്കാത്തത് ഇത്രയൊക്കെ വേണോ അതില്?
നമുക്ക് എന്തായാലും മാങ്ങ കഴിച്ചിട്ടുള്ള വിശേഷങ്ങൾ. അവള് മാങ്ങ ചെയ്ത് ഗൈസ്. നമുക്കിപ്പോൾ അറേഞ്ച് ചെയ്ത് മാങ്ങ. ആ ഗൈസ് കഴിഞ്ഞില്ല. അതിങ്ങനെയല്ല, ഇനി ചതക്കണം. നമ്മളെ വെറൈറ്റി മാങ്ങ ഉണ്ടല്ലോ, നമുക്ക് മുളകിൽ കുളിപ്പിക്കാം മാങ്ങയെ. ഓക്കെ ഗൈസ്. സാമ്പാറാണോ പരിപ്പാണോ? അമ്മ ഇത് അതൊക്കെ കൈ കഴിവിട്ട് അല്ലെങ്കിൽ ഉണ്ട് ശ്രീകുട്ടി ചേട്ടൻ്റെ മുഖത്ത് മാങ്ങ. തലയും ചൊറിയുന്ന കേസ് എന്തൊക്കെ തലയിൽ കയറി വയ്ക്കുന്നുണ്ടപ്പം. നമുക്ക് നോക്കാം. അവൾ കുറേ നേരമായിട്ട് അവിടെ മാങ്ങ അരി പോയി നോക്കി തരും. അപ്പം നമ്മൾ മാങ്ങ ഇടിയിൽ പൊസഷനിലിട്ട് ഇടിച്ചോ. തുണിയൊന്നും കിട്ടിയില്ല. കിട്ടിയ കവറൊക്കെ തന്നെ ചെയ്തു. ടൈൽസ് പൊട്ടിച്ചുകളല്ലേ. തുണി വെള്ളം തോർത്ത് തുണി ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇടിക്കാനുള്ള സ്ഥലം വേറെ കിട്ടാത്തതുകൊണ്ട് ഇടിക്കല്ലെടുത്ത് കമത്തി എടുത്ത് വെച്ചിട്ടാണ് അതിന്റെ കവറും പൊട്ടിച്ച്. എങ്ങനെയാണ് ഇവിടെ എന്റെ ചേട്ടൻ അയ്യോ സോറി. അപ്പൊ കഴിച്ചുണ്ട് അത് ഇടിക്കാൻ പോണം. കവർ പൊട്ടിക്കല്ലേ. മാങ്ങ റെഡി എടുക്കണം. മാങ്ങ എന്നാലും പൊട്ടിക്കോ? ഞാൻ ചെയ്തു തരുമോ? മതി അത് മതി. ഈ കല്ലിനകത്തോട്ട് മതി. പൊട്ടിച്ചൂടെ? മതി മതി. നല്ല അടുത്ത് ഇടിഞ്ഞ് എല്ലാം ഫ്ലോപ്പായി. പക്ഷെ നമുക്ക് തിന്നാൻ ഇടിച്ചോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമുക്കിനി ഇതിലിട്ട് ഇടിച്ചു നോക്കാം. ഇടിമാങ്ങ ഇടിമാങ്ങ കേറണില്ല. എന്റെ മൂക്കിലൊന്നും ആക്കില്ല ഗൈസ്. നമുക്ക് മാറിക്കുന്നേ നമ്മള് നല്ലത്. പീറ്റർ ഇങ്ങനെ ഇടിക്കുന്നു. ബാക്കി എനിക്കറിയത്തില്ല. മതി ഇനിയിപ്പോ ആ നടുക്ക് അങ്ങോട്ട് കുരുമുളകൊന്നും എന്തോന്ന് സത്യം പറയണ കുരുമുളകും കാന്താരി മുളകും ഒക്കെ ഇട്ടിട്ട് ഇടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല എരി ഉണ്ടാവില്ലേ? കാന്താരി മുളക് ഇതിലിട്. കുഴപ്പമില്ല, മാറ്റാം. നമ്മള് പപ്പായ മുറിച്ചില്ലേ, അത് നമുക്ക് അരിയാം. അത് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. ചെറിയ പപ്പായ കേട്ടോ അടുത്തത് കട്ട് ചെയ്യാം. നമ്മുടെ പപ്പായ അരിയുന്നു. ചെറിയതാട്ടോ. വലുത് നമുക്ക് പിന്നീട് മുറിക്കാം. അപ്പം അതുകൊണ്ട് ചെറുത് മുറിക്കാം. പഴുത്ത കേട്ടോ നല്ല വൃത്തിയാണ്. പഴുത്ത പപ്പായൊക്കെ മുഖത്തേക്ക് അടിപൊളി കേട്ടോ. തേക്കണം ഇനി. സൈഡ് നല്ല ചടഞ്ഞു നല്ല പഴുത്ത്. ഒരുത്ത മാങ്ങ അവിടെ അരിഞ്ഞിട്ട് എനിക്ക് പോലും തരാതെ തിന്നെയാണ്. എന്ത് ചെയ്യാനാ? ഇതാ കണ്ട, അത് തറ വീണപ്പോ ചതഞ്ഞു പോയി.
ഇപ്പം നല്ല ഉയരത്തിലായല്ലോ. ഇവിടെ താന്നു വന്നു. ആ എന്നിട്ട് ഇവിടെ അത്രയും ചതഞ്ഞു പോയി. നമ്മളങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ് നമ്മുടെ മാങ്ങ, ഇടിമാങ്ങ കഴിക്കാനായിട്ട് വെയിറ്റിങ്ങിലാണ് ഞാനിവിടെ. സർവൻ കൊണ്ടുവരുന്നില്ല. ഹലോ, സർവൻ്റ് ഇല്ലേ ഇവിടെ? സർവൻ്റ് വിളിയോലും കേൾക്കുന്നില്ല ഗൈസ്. നമ്മൾ വെയിറ്റിങ്ങിലാണ്. നല്ല വെയിലുണ്ട്. ഇത്രയും ദിവസം മഴയായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ് ഇപ്പോൾ വെയിൽ വന്ന് ഭയങ്കര ചൂട്. എന്ത് പറയാനാ. മഴ വന്നാൽ തണുപ്പ്, മഴ പെയ്യുമ്പോൾ ഇത്തിരി വെയിൽ വരണേന്ന് പ്രാർത്ഥിക്കുമ്പോൾ നല്ല ചൂട് സമയത്ത് ഇത്തിരി ഒന്ന് മഴ പെയ്യാൻ നടക്കും, നല്ല മഴയും നടക്കും. അങ്ങനെയാണ് നമ്മുടെ കാലാവസ്ഥകൾ. കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ഇടിമാങ്ങ വന്നിരിക്കുകയാണ് ഗൈസ്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ടേസ്റ്റ് ചെയ്ത് നോക്കാവേ ഗൈസ്, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. How's it? നല്ല പുളിയുണ്ട് മാങ്ങയ്ക്ക്. നല്ല പുളിയുണ്ട് ഗൈസ് നമ്മുടെ മാങ്ങയ്ക്ക്. പല്ലെല്ലാം പൊളിച്ചു പോയി ഗൈസ്. ഇടിമാങ്ങ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇടിമാങ്ങ തിന്നുകൊണ്ടിരുന്നപ്പോൾ ഗൈസ് വേണ്ട പപ്പായ വന്നിട്ട് എല്ലാം കൂടി കഴിച്ചാൽ പപ്പായ നമുക്ക് കഴിക്കാം. ആദ്യം ഇടിമാങ്ങ കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പപ്പായ നമുക്ക് കഴിക്കാം. അമ്മ എടുത്ത് തിന്നാണ് കുറച്ച്. അമ്മ എടുത്ത് തിന്നിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാന്ന് അറിയണമല്ലോ. ഇത് കുറച്ച് ഭാഗം മുകളിൽ നിന്ന് വീണപ്പോഴാണ് ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഒന്ന് ചതഞ്ഞു വരുന്നത്. ഇതാണ് അതെ, ചതഞ്ഞു. നല്ല മധുരമുണ്ടോ? അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഞങ്ങൾ തിന്നിട്ട് വരാം ഗൈസ്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ചോറ് നമുക്ക് കഴിക്കാം. സാമ്പാറും പയർത്തോരനും ചിക്കൻ കറിയുണ്ട്. നമുക്ക് കഴിക്കാം. അപ്പോൾ തിന്നിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ വേണ്ട എൻ്റെ അമ്മ ഇവിടെ വാഴയിലൊക്കെ വാട്ടി വെക്കുന്നുണ്ട്. ഇതെന്തിനാണമ്മ? കാപ്പി കൊണ്ടുപോകാൻ വാഴയില വാട്ടാണ്. വേറൊരു സംഭവം കാണിച്ചിട്ട് ഇതിൻ്റെ പേരറിയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം അമ്മ പോവല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.